ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് തംബ്നെയിലിൽ കണ്ട പോലെ ഒരു വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. പിന്നെ ഇതിനകത്ത് മെയിൻലി ഡേ ടൈമിൽ ഞാൻ പെട്ടെന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളും ഒപ്പം ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ നൈറ്റ് ടൈമിലെ ക്ലീനിങ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ന്യൂ ഇയറിൻ്റെ കുറച്ച് എൻ്റെ ആഗ്രഹങ്ങൾ, പ്ലാൻസ് ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ ആവാൻ പോവുകയല്ലേ, അപ്പം നമുക്ക് നന്നാവേണ്ട ഒരു സമയമാണല്ലോ. എന്തായാലും അങ്ങനെയൊന്നും കരുതണ്ട. അപ്പോൾ എപ്പോഴും ആ ഒരു ടൈം നമുക്ക് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാനും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഒക്കെ നല്ലൊരു ടൈമാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി എന്തായാലും ഒന്ന് ശ്രമിക്കാവുന്ന നല്ലൊരു ടൈമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഓട്സ് പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എപ്പോൾ ഓട്സ് പുട്ട് കഴിക്കുമ്പോഴും എനിക്ക് വെയിറ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും, പിന്നെ നമുക്ക് പുട്ടിൻ്റെ കൂട്ടത്തിൽ അങ്ങ് സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ആ ഒരു ടൈമിൽ നമുക്ക് അരി ഭക്ഷണം ഒഴിവാക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴും കുറച്ച് ഓട്സ് പുട്ടും കൂടി നനച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ പണി അവിടെ വരുന്നില്ല. അപ്പോൾ ഞാൻ പുട്ടിന് ആദ്യം നനച്ച് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്സ് പുട്ടിന് അതേ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നനച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും പയറും ഇവിടെ നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേനും പുട്ട് നനച്ച് റെഡിയായിട്ട് എനിക്ക് പുട്ടും കൂടി ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ന്യൂ ഇയറിൻ്റെ കുറച്ച് പ്ലാൻസിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള കാര്യമാണ് വെയിറ്റ് ലോസ് എന്നുള്ളത്. ഞാൻ മുന്നേയും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട്, കാരണം വെയിറ്റ് കുറയാൻ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കൂടുതൽ ട്രൈ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കച്ചകെട്ടി ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വർക്കൗട്ട് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ 3 ദിവസം ഒരു 1 ഹവറിൻ്റെ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇതെനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ടത് എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ മുന്നേ ATP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കൂടിയിട്ടോ. ആ ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അത് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു അവരുടെ കൂട്ടത്തിൽ ഒരു മന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പം എനിക്ക് അത് ഞാനൊന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അത് വേണ്ടയോ എന്നുള്ളതിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ചെറിയ കാര്യങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം, അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റിൽ മെയിനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ പുട്ട് വരുമ്പോൾ ഓട്സ് പുട്ടാക്കുക. അപ്പോൾ ചെറിയ മാറ്റമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ ബുദ്ധിമുട്ട് വരാത്ത മാറ്റം. രണ്ടാമത്തെ മാറ്റം ഞാൻ വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്, ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് കഴിക്കുന്നത് മാറ്റിയിട്ട് ചപ്പാത്തി, ഒരു ചപ്പാത്തിയിലോട്ട് മാറ്റുക. അപ്പോൾ അരി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഒരു നേരം കഴിക്കുക. അപ്പോൾ ഇത്രയും ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഡിഫറൻസ് വരും എന്നാണ്. പിന്നെയും കുറച്ചുകൂടി പ്ലാൻസ് ഉണ്ട്. അതായത് ഷുഗറും കൂടി കട്ട് ചെയ്യുക, ഏർലി ഡിന്നർ ആക്കുക എന്നുള്ളത്. പക്ഷേ അതും എനിക്ക് അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പം ഇത്രയാണ് കേട്ടോ വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയും ഉണ്ട്. അപ്പോൾ ഇനിയും ഞാനത് എപ്പോഴേലുമൊക്കെ എന്തായാലും ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്ര ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും വെയിറ്റ് ലോസിനൊക്കെ മോട്ടിവേഷനോ വർക്കൗട്ടിന് മോട്ടിവേഷനോ കുറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉഷാറായാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് വെയിറ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0.6 അങ്ങനെ
കൂടി നിൽക്കുകയാണ്. ഞാൻ പറയുന്നില്ല എൻ്റെ വെയിറ്റ് എത്രയാണെന്ന്. അപ്പം ആ 0.6 എനിക്ക് കുറയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് ടാർഗറ്റ് ചെയ്യുന്നില്ല. ആ 0.6 കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മോഡിഫിക്കേഷൻസ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയാൽ പറ്റുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിനെ ടാർഗറ്റ് ചെയ്തും കൊണ്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നവംബർ പകുതിയോടടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു ഡിസംബർ ഒരു 1.5 മാസമുണ്ട് ജാനുവരിക്ക്. ജാനുവരിയിൽ മാറുന്നതിനേക്കാളും അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഹാബിറ്റിലൊക്കെ മാറ്റം വരുത്തിയാൽ 2025 ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ചൊരു മാറിയ റിഫോംഡ് ആളായിട്ട് മാറാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രൈ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെയുള്ള അപ്ഡേറ്റ്സൊക്കെ ഞാൻ പറയാം. വെയിറ്റ് എത്ര ഗ്രാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യാണ്. അപ്പോൾ തലേന്നത്തെ പാത്രങ്ങൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ലോഡ് ചെയ്ത് ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്താൽ എളുപ്പമുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഡിഷ് വാഷർ യൂസ് ചെയ്യില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് വർക്ക് ലോഡ് കൂടുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കുറച്ച് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഫുള്ളി നമ്മൾ ഡിഷ് വാഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് തിരക്ക് വരുമ്പോൾ സമയമില്ലാത്തപ്പോഴെല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ കിച്ചൺ നീറ്റാവാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് റൈസും പിന്നെ സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് മോൾക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വരും. പിള്ളേർ പോകുന്ന ടൈമിലും നമുക്ക് ആ ഒരു ഔട്ട്സൈഡിൽ വന്ന് നിൽക്കുന്നതൊരു സന്തോഷമാണല്ലോ, ഒരു ഇച്ചിരി നേരം. കാരണം അതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്, ഓൺലൈൻ മീറ്റിങ്ങിൽ കയറാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മളുടെ ജോലീൻ്റെ ഇടയിൽ ഒരു 11-11:30 ആയപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, മിഡ് സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓറഞ്ചും ആപ്പിൾ അങ്ങനെ എന്തൊക്കെയോ കട്ട് ചെയ്തിട്ട് അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ മുരിങ്ങയില ജസ്റ്റ് തിളപ്പിച്ചിട്ട് മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ രാവിലെ പെൻഡിങ് വെച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന്, അതായത് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കെടുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേസ്റ്റിലിട്ടിട്ട് കഴുകാനിടുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിയായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ച പാത്രങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുക. ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കലുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴുകി വെച്ച പാത്രങ്ങൾ ഒന്ന് ഉണങ്ങി വെള്ളം വിട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ബ്രേക്ക് എടുക്കണമല്ലോ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന പ്രശ്നമാണ്. അപ്പോൾ മിഡ് മോർണിംഗ് സ്നാക്കും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ലോഗ് ഔട്ട് ചെയ്ത് സമയം ഒരു 6 മണിയൊക്കെ ആയി കാണും. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്നതാണ്. സൺസെറ്റൊന്നും കാണാൻ നിവൃത്തിയില്ല പണ്ട് ഫ്ലാറ്റിലെ പോലെ, എങ്കിലും അവിടെ വന്നിങ്ങനെ നിൽക്കാനൊരു നല്ലതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പുണ്ട്, അത് കുടിക്കണം. ഇന്നിപ്പോൾ വൈകുന്നേരത്തിന് കുറച്ച് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് റൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിന്നറിന്. പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് ഗ്രോസറി പെൻഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ളത് വീക്ക്ലി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചിലപ്പം പോവാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്സിങ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ പുറത്തിറങ്ങുന്നത് നമുക്കൊരു റീചാർജിങ് അല്ലെങ്കിൽ റിഫ്രഷിങ് ആണ് ഒന്ന് ഇറങ്ങുന്നത്. ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒരു നൈറ്റ് ഡ്രൈവ് പോലെ കിട്ടുന്നതും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അച്ചിങ്ങപ്പയറുണ്ട്, അങ്ങനെ 1-2 കൂട്ടം വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ അച്ചിങ്ങയും ബീൻസും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും അത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. പിന്നെ ചെറുനാരങ്ങ, ആപ്പിള്, അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ.
അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് എടുത്തു വെച്ചതിന് ശേഷം എനിക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം, ക്ലീനിങ് ചെയ്യണം. അപ്പം ആദ്യമേ തന്നെ കൗണ്ടർ ടോപ്പിലെ സംഭവങ്ങളെല്ലാം തന്നെ പെട്ടെന്നൊന്ന് എടുത്ത് ഒതുക്കി വെക്കുകയാണ്. ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കഴുകാനുള്ളതൊക്കെ അതിൻ്റെ പ്ലേസിലോട്ട് കൊണ്ടുവന്ന് ഇടുക. പിന്നെ ബാക്കി എടുത്തു വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്തിടുക. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. ഡിന്നർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡിന്നർ ഇനിയിപ്പം കഴിയണതിന് മുന്നേ തന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടതാണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നു, എന്തോ കാരണം കൊണ്ട് കഴിക്കാൻ ലേറ്റായി. അപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് അതിനകത്ത് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് റൈസ്, പിന്നെ ചിക്കൻ കറി, പിന്നെ അതുപോലെ കുറച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും മുരിങ്ങയിലയും കൂടി തിളപ്പിച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ഒലിവ് ഓയിൽ എടുക്കുന്നതാണ്. പക്ഷേ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ആ ബിസി ഡേയിലെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ അതുപോലെ നമ്മുടെ പ്ലാൻസും കുറച്ച് മോട്ടിവേഷനും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻസും ഗോൾസും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കും തിരിച്ചതൊരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാൻ നോക്കാം. അതുവരേക്കും ബൈ.